ഹായ് ഹലോ. അപ്പുറത്തെ വീട്ടിലെ ഒരു മാവുണ്ട് കേട്ടോ. അതിലാണെങ്കിലോ നിറയെ കണ്ണിമാങ്ങ വീഴുന്നുണ്ട്. ആ ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞു കുറേ കണ്ണിമാങ്ങ വീഴുന്നുണ്ട്, നിങ്ങൾ വന്ന് പെറുക്കി എടുക്കുന്നത്. അത് കേട്ടപ്പോൾ അമ്മ പോയി ഒരു കൂടിൽ നിറയെ കണ്ണിമാങ്ങ പെറുക്കി കൊണ്ടുവന്നു കേട്ടോ. ഉപ്പിലിടാനാണേ തീരെ കുഞ്ഞു മാങ്ങയൊന്നുമല്ല, കുറച്ച് മുഴുത്തതാണേ. മാങ്ങയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൺകലത്തിലേക്ക് ഇട്ടേ. മൺകലത്തിലിട്ട് ഉപ്പിട്ട് വെക്കുമോ എന്നത് സത്യം പറഞ്ഞാൽ ശരിക്കറിയില്ല. അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ. നമുക്ക് വലിയ പാത്രങ്ങൾ വേറെ ഒന്നുമില്ലേ, ഈ ഭരണി പോലത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൺകലത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു കുറച്ച് ദിവസം നമുക്ക് നോക്കാം, ഈ മാങ്ങ കറുത്തെങ്ങാൻ പോകുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ മൺകലത്തിൽ ഇടുന്നത്. മാങ്ങയിട്ട് കുറേ കല്ലുപ്പും കൂടി വാരിയിട്ടിട്ടുണ്ട്. എന്ത് സാധനം ഉപ്പിലിടാൻ നല്ലത് കല്ലുപ്പാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മൺകലത്തിന് അടപ്പില്ലാത്തതുകൊണ്ട് ഒരു വെള്ള തുണിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ പോയത് പറമ്പിലേക്കാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, ദാ ഈ നിൽക്കുന്ന കാന്താരിക്കുട്ടന്മാരെ ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പറമ്പിൽ നിൽക്കുന്ന കാന്താരിയിൽ കുറച്ച് കാന്താരിമുളക് ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അതെല്ലാം പറിച്ചെടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. കാന്താരി നിന്നതിൻ്റെ അവിടെ ആണെങ്കിലോ എട്ടുകാലി വല ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടില്ല, പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ. വേഗം ഞങ്ങൾ കുനിഞ്ഞതാ, മുഖം മുഴുവൻ വല പിടിച്ചേ. പിന്നെ ഒരുവിധം അതൊക്കെ പറിച്ചു മാറ്റി ബാക്കി ഉണ്ടായിരുന്ന കാന്താരിയൊക്കെ പറിച്ചെടുത്ത്. കുറച്ച് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, അതും പറിച്ചു. വെറുതെ കളയണ്ടല്ലോ, പഴുത്താണെങ്കിലും കാന്താരി തന്നെയല്ലേ. കഴിഞ്ഞ ദിവസം പെരുമ്പളത്ത് പോയില്ലേ, പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ നിന്ന് 3-4 മാങ്ങ പറിച്ചുകൊണ്ട് പോകുന്നായിരുന്നേ. അച്ചാറിടാന്ന് വിചാരിച്ചാണ് പറിച്ചുകൊണ്ട് പോകുന്നത്. പോരുന്ന വഴി പച്ചക്കറി കടയിൽ കയറി കുറച്ച് പച്ചക്കറിയും വാങ്ങിയായിരുന്നേ. ആ കൂട്ടത്തിൽ 2 പാവക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും കുഞ്ഞോൻ പറഞ്ഞു ഈ മാങ്ങയും പാവക്കയും പിന്നെ 2-3 ക്യാരറ്റും കൂടി ഇട്ട് നമുക്ക് അച്ചാറിടാന്ന്. ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ട് മഞ്ഞ അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അതിനുവേണ്ടി ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുവാണേ. ഒരു മാങ്ങ മുറിച്ചപ്പോഴേക്കും അത് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വായി വെച്ച് നോക്കിയപ്പോഴാണെങ്കിലും പുളിച്ചിട്ട് വയ്യ, അത്ര പുളി. അതുകൊണ്ട് അതങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ മാങ്ങയും ക്യാരറ്റും പാവക്കയും ദാ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തു കേട്ടോ. എല്ലാം ഒരേ ഷേപ്പിലൊന്നും കിട്ടണം എന്നില്ല, പറ്റുന്നത് പോലെയൊക്കെ അങ്ങ് അരിഞ്ഞു വെച്ചു. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഇട്ടപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളറല്ലേ, പച്ചയും ചുവപ്പും ഒക്കെ വരുന്ന ഒരു കളറല്ലേ, ചുവപ്പല്ലോ ഓറഞ്ച് അല്ലേ. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ അരിഞ്ഞ കാന്താരിയില്ലേ അതും കൂടി ഒന്ന് മുറിച്ചെടുത്തേ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി എടുത്ത് വെച്ചു. അതിനിടയ്ക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നമ്മുടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് മൂപ്പിച്ചു. അതിനിടയ്ക്ക് 2 കൊല്ലമുളകും കൂടി ഇടാം കേട്ടോ. മൂപ്പിച്ചു എന്ന് വെച്ചാൽ അങ്ങ് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയേ. അങ്ങ് വാടി വന്നപ്പോഴേക്കും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേ. മഞ്ഞപ്പൊടിയാണ് ഈ അച്ചാറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി വേണം. ഇതെല്ലാം നല്ല മഞ്ഞ കളറിൽ ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളില്ലേ, ഈ ക്യാരറ്റ് അതുപോലെ പച്ചമാങ്ങ പാവക്ക ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇതിൻ്റെ കയ്പും പുളിയൊക്കെ വരുമ്പോൾ ഉപ്പില്ലെങ്കിൽ ഇതൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ചേർക്കുന്നത് കായപ്പൊടിയാണ്. കുറച്ച് ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി വാട്ടി അങ്ങ് എടുക്കണേ. വെന്ത് പോകരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടാനേ പാടുള്ളൂ. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വെന്ത് പോയാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ശരിക്കും അങ്ങ് കുഴഞ്ഞു പോകും. ഇതങ്ങ് വിട്ട് കിടക്കുമ്പോഴാണ് ടേസ്റ്റ്. നമ്മുടെ മഞ്ഞ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം.